അർപ്പ എന്ന വാക്ക് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം വയനാട് മാനന്തവാടിയിൽ വേലൂർ മഗ്ന ദൗത്യത്തിന് പോയപ്പോഴാണ് ആദ്യമായി ഈ വാക്ക് ഞാൻ കേൾക്കുന്നത്. കന്നുകാലികളെയും ആടുകളെയുമൊക്കെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആടുകൾക്കും കന്നുകാലികൾക്കുമൊക്കെ കഴുത്തിലിട്ട് കൊടുക്കുന്ന ഒരു ഉപകരണമാണ് അർപ്പ. അതിന് ഒരുപാട് ദൗത്യവുമുണ്ട്. കാരണം കൂട്ടത്തിൽ ഇങ്ങനെ ആടുകളും കന്നുകാലികളും ഒക്കെ പോകുമ്പോൾ ആടുകൾ കാട്ടിനകത്ത് അല്ലെങ്കിൽ കാട്ടിനോട് ചേർന്ന പ്രദേശത്ത് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഈ കൂടെയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് അർപ്പ. ആ അർപ്പയെക്കുറിച്ച് ആ വയനാട്ടുകാർ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയും. അത് നമുക്കൊന്ന് കേൾക്കാം. അർപ്പ അതെന്തിനാ അങ്ങനെ ഇടുന്നേ? അത് വില പോകുന്നത് അറിയാൻ വേണ്ടി. അത് കൂട്ടത്തിൽ ഒന്നിന് മാത്രമല്ലേ ഉള്ളൂ? ഇല്ല, ഒന്നിനല്ല, കൊറോണത്തിന് കെട്ടു ഉള്ള പോലെ ചെയ്യും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സൗണ്ട് കേട്ട് മനസ്സിലാക്കും. നിങ്ങൾക്ക് മനസ്സിലാകാനാണോ അല്ല അവർക്ക് തന്നെ മനസ്സിലാകാനോ? നമ്മക്ക് മനസ്സിലാവാന്. അതുണ്ടെങ്കിൽ പിന്നെ എവിടെയാ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലേ? അതെങ്ങനെ ഉണ്ടാക്കുന്നത്? മരമാണോ? മരത്തിന്റെ തുളക്കാണോ? മരത്തിനകത്ത് എന്താ ഇടുന്നത്? അതിനകത്ത് അതിന് ഇങ്ങനത്തെ കമ്പ് ഇടും, ഇവിടെ തുളച്ചിട്ട് കമ്പിയില്. അപ്പൊ അത് സൗണ്ട് കേൾക്കും. വന്യമൃഗങ്ങളൊക്കെ വരുമ്പോൾ ഇത് അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലേ? അറിയൂ. ഇതിങ്ങനെ ഓടുവോ? ഇതൊക്കെ ചെയ്യുമ്പോൾ ഓടും. എല്ലാത്തിനും നിങ്ങൾ കൊടുക്കാറുണ്ട്? എല്ലാത്തിനും ഓടുവോ? കാലിന്റെ കഴുത്തില് കണ്ടില്ല കുറേ എണ്ണം, അതേപോലെ ഉണ്ടാക്കും. നിങ്ങൾ എപ്പോഴാണ് കൊണ്ടുപോകാം? രാവിലെ 10 മണിയാകുമ്പോൾ പോവും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വൈകുന്നേരം തിരിച്ചു വരും. നിങ്ങൾ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഇവര് ഭക്ഷണം കഴിക്കാനാ പോകാം? നിങ്ങൾ ഭക്ഷണം കഴിക്കുമോ? വൈകുന്നേരം പോകുമ്പോൾ കഴിക്കും. അതുവരെയും ഭക്ഷണം ഇല്ല. അതിനെന്താ പേര് പറഞ്ഞത്? അർപ്പ. അർപ്പ പണ്ട് മുതലേ ഉള്ള ഇതാണല്ലേ? മണിയൊക്കെ കെട്ടുന്നതിന് പകരം മണിന്റെ പകരം. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. മരം ഒരു റൗണ്ട് പോലെ ആക്കിയിട്ട് തുളക്കൂ, ഉളി കൊണ്ട് എന്നിട്ട് ആക്കുക. കമ്പ് വെട്ടിട്ട് തുളച്ചിട്ട് ഇടും അതിലേക്ക്. മൊത്തം മരം തന്നെയാണ്? മരം. അതിലെ സൗണ്ട് കിട്ടുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചിത്തിലിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ. ഇൻ റിപ്പോർട്ടർ, വയനാട്.